നമസ്കാരം. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ഒരു ക്ലാസ്സിലൂടെ ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനുശേഷം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മളൊന്ന് ടച്ച് ചെയ്തു പോയി. ഏകദേശം വളരെ ചെറിയൊരു പുസ്തകമാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 വിത്ത് ടെക്സ്റ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ടൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കി ചെയ്യാം. മാത്രമല്ല ഓൾമോസ്റ്റ് 50% അടുത്ത് മാർക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ പോലും നമുക്ക് പാസ്സാകാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വേണമെങ്കിൽ പഠിച്ചില്ലേ പോലും പഠിക്കരുതെന്നല്ല പറഞ്ഞ് ഇത് മാത്രം വെച്ചും പരീക്ഷ എഴുതിയാൽ പാസ്സാകാം എന്ന് മാത്രമാണ്. പക്ഷേ അത് അത്ര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇതിൽ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അക്കൗണ്ട് കോഡ് വോളിയം 1 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടുള്ളൂ എന്നാണ് സത്യം. നമുക്ക് നേരിട്ട് കടക്കാം. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള സാമ്പത്തിക ക്രമീകരണങ്ങളെയും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചെലവുകളെയും കുറിച്ചുള്ള വിവരങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു സർക്കാർ വകുപ്പ് മറ്റൊരു വകുപ്പിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പ്രവർത്തനത്തിന് വരുന്ന ചെലവ് ആർക്കാണോ സേവനം നൽകുന്നത് അവരുടെ പേരിൽ ഡെബിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, അന്നേരം വേഗം ക്ലിയർ ആവും. ഒരു സിവിൽ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നു എന്ന് വിചാരിക്കാം. സിവിൽ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുക. അപ്പൊ സിവിൽ വകുപ്പ് ഇവിടെ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോ ഈ ഭൂമിയുടെ വില ആ സിവിൽ വകുപ്പിന്റെ അക്കൗണ്ടിലല്ല, മറിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ ചെലവിന്റെ ഭാഗമായി വരുന്ന അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. സിവിൽ വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഏജൻസി മാത്രമാണ്. ഇനി ഇത്തരത്തിലൊരു ഏജൻസി വർക്ക് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും മറ്റു ചെലവുകളും എങ്ങനെയാവുന്ന നമ്മൾ ഇനി പറയുന്നു. ഭൂമി ഏറ്റെടുക്കാൻ മാത്രമായിട്ട് നിയമിച്ച ഉദ്യോഗസ്ഥരുടെ ശമ്പളവും മറ്റു ചെലവുകളും ആ ഭൂമി ഏറ്റെടുക്കുന്ന വകുപ്പിന്റെ പേരിൽ തന്നെ വേണം. ഇപ്പൊ ഈ PWDക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചു. അങ്ങനെയെങ്കിൽ അവരുടെ അക്കാലത്തെ സ്പെഷ്യലായിട്ട് നിയമിച്ചവരാണെങ്കിൽ ആ കാലത്തെ ശമ്പളവും അലവൻസും എല്ലാം ഈ PWD ആണ് വഹിക്കേണ്ടത്. ഇനി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമായി നിയമിക്കപ്പെട്ടവരല്ലാത്ത മറ്റുദ്യോഗസ്ഥരാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുണ്ടല്ലോ, ലാൻഡ് അക്വസിഷൻ അങ്ങനെയുള്ള പിന്നെ വകുപ്പിലെ ജീവനക്കാരെ, സ്ഥിരം ജീവനക്കാരെ, അവർ ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിയോഗിച്ച ജീവനക്കാരല്ലെങ്കിൽ അവരുടെ സാധാരണ ശമ്പളം അല്ലാത്ത ഈ ജോലിക്കായിട്ട് ബാക്കി വേറെ എന്തൊക്കെ ചെലവുകളാണ് വന്ന് അതൊക്കെ ആര് വഹിക്കണം? ഈ PWD വഹിക്കണം. PWD എന്ന് പറയുന്നത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്. PWDക്ക് വേണ്ടിയിട്ട് ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു സിവിൽ വകുപ്പ് സർവീസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് PWD പറഞ്ഞു. ഇവിടെ ഉദാഹരണം PWD ആയതുകൊണ്ട് മാത്രമാണ് PWD എന്ന് പറയുന്നത്. ഇനി ഡിഫൻസ് സർവീസ്, പ്രതിരോധ വകുപ്പും മറ്റ് സർക്കാർ വകുപ്പുകളും തമ്മിലുള്ള ഇടപാടുകൾക്ക് കൃത്യമായിട്ട് പണം ഈടാക്കണം. പ്രതിരോധ വകുപ്പിന്റെ കെട്ടിടങ്ങൾ കേന്ദ്ര സിവിൽ വകുപ്പുകൾ താമസ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധ വകുപ്പ് വാടക ഈടാക്കാൻ പാടില്ല. ഡിഫൻസിന്റെ കെട്ടിടങ്ങൾ കേന്ദ്ര സിവിൽ വകുപ്പുകൾ താമസ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ വാടക ഈടാക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ? ഒരു വകുപ്പിന് വേണ്ടി മറ്റൊരു വകുപ്പ് പണം ചെലവാക്കുമ്പോൾ ആ ചെലവിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണോ അവരുടെ അക്കൗണ്ടിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്. PWDക്ക് വേണ്ടി ഒരു സിവിൽ വകുപ്പ് സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അതിൽ വരുന്ന എല്ലാ ചെലവും ആരുടെ പേരിലാണ് എഴുതേണ്ടത്? PWDയുടെ അക്കൗണ്ടിലാണ് വരേണ്ടത്. അടുത്ത ഇത് പ്രത്യേക സേവനങ്ങൾക്ക് ചാർജ് ഈടാക്കൽ. ഒരു വകുപ്പിന് അതിൻ്റെ പ്രധാന ചുമതലകൾക്ക് പുറമെ മറ്റൊരു വകുപ്പിന് വേണ്ടി പ്രത്യേക സേവനങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അതിന് ചെലവാകുന്ന തുക ആ വകുപ്പിൽ നിന്ന് ഈടാക്കാം. ഒരു വകുപ്പിന്റെ ചുമതലയ്ക്ക് പുറമെ മറ്റൊരു വകുപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ചില സേവനങ്ങൾ ചെയ്യാൽ ആ സേവനങ്ങൾക്ക് വേണ്ടി ചെലവാകുന്ന തുക മറ്റേ വകുപ്പിൽ നിന്ന് ഈടാക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ജയിൽ പണികൾ, വനം വകുപ്പ് നൽകുന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ സർവേ വകുപ്പ് മറ്റേതെങ്കിലും വകുപ്പിന് വേണ്ടി നടത്തുന്ന സർവേ ജോലികളൊക്കെ ഇത്തരത്തിൽ വരുന്നതാണ്. ഇനി ഒരു വകുപ്പിന്റെ സ്വന്തം ആവശ്യത്തിനായി രൂപീകരിച്ച സംവിധാനങ്ങൾ, കേൾക്കണേ, ഒരു വകുപ്പിന്റെ സ്വന്തം ആവശ്യത്തിനായി രൂപീകരിച്ച സംവിധാനങ്ങൾ മറ്റൊരു വകുപ്പ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിന് വാടകയോ ചാർജോ ഈടാക്കാം. വാടകയോ ചാർജോ ഈടാക്കാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വകുപ്പിന്റെ ലബോറട്ടറികളോ റോഡ് റോളറുകളോ മറ്റൊരു വകുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പണം നൽകണം. ക്ലിയർ അല്ലേ? ആ പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒരു വകുപ്പിന്റെ ലബോറട്ടറികളോ റോഡ് റോളറുകളോ മറ്റൊരു വകുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പണം നൽകണം. അപ്പൊ ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വകുപ്പിന്റെ സ്വന്തം ആവശ്യത്തിനായി രൂപീകരിച്ച സംവിധാനങ്ങൾ മറ്റൊരു വകുപ്പ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിന് വാടകയോ ചാർജോ ഈടാക്കാം. ഇനി സ്റ്റോറുകളെ പറ്റിയ, സ്റ്റോർ സാധനങ്ങൾ, ഒരു വകുപ്പിന്റെ കൈവശമുള്ള സാധനങ്ങൾ, അതിനാണല്ലോ നമ്മൾ സ്റ്റോർസ് എന്ന് പറയുന്നത്, മറ്റൊരു വകുപ്പിന് നൽകുകയാണെങ്കിൽ അതിന്റെ വില കൃത്യമായി ഈടാക്കണം. ഇപ്പോൾ നിയമപ്രകാരം സർക്കാരിന് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഫീസ് ഈടാക്കാൻ അവകാശമുള്ള കാര്യങ്ങളിൽ അതേ നിയമം ഉപയോഗിച്ച് മറ്റൊരു സർക്കാർ വകുപ്പുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കുള്ള ഫീസ് ഈടാക്കാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് സർക്കാർ ഏജൻസികൾ ഒരു സേവനം നൽകുമ്പോൾ സ്വകാര്യ വ്യക്തികളോട് പെരുമാറും. എങ്ങനെ? അതിന്റെ ഫീസ് കൃത്യമായി ഈടാക്കി പെരുമാറുന്നത് പോലെ തന്നെ ഒരു സർക്കാർ ഏജൻസി മറ്റൊരു സർക്കാർ വകുപ്പിനോടും ഈ വിധത്തിൽ പെരുമാറാം, അഥവാ ന്യായമായ ഫീസ് ഈടാക്കാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വിവിധ വകുപ്പുകൾ തമ്മിൽ ഇതുപോലെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കൈമാറുമ്പോൾ പണമിടപാടുകൾ കൃത്യമായി കണക്കുകളിൽ രേഖപ്പെടുത്തുകയും അത് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാല്, സർക്കാർ വകുപ്പുകൾ പരസ്പരം സേവനങ്ങൾ നൽകുമ്പോൾ അത് വെറും സൗജന്യമായി കാണാതെ കണക്കുകളിൽ കൃത്യത വരുത്താൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി സാമ്പത്തിക ഇടപാടുകൾ, സർക്കാർ വകുപ്പുകൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു സർക്കാർ വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് പണം നൽകുന്നത് സാധാരണയായി ബാങ്ക് ട്രാൻസ്ഫർ വഴിയായിരിക്കണം. എന്നാലും തെളിവ് പ്രൂഫായി ഒരു പണമിടപാട് രീതിയാണ് ഞാൻ പറയുന്നത്. ഒരു സർക്കാർ വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് ഒരു സേവനത്തിനോ സാധനത്തിനോ ഒക്കെ ആയിട്ട് പണം നൽകുമ്പോൾ അത് സാധാരണഗതിയിൽ എങ്ങനെയാവണം? ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കണം. ഇപ്പൊ അതിന് ചെറിയ തുകകൾക്ക് ഇളവുണ്ട്. അല്ല, പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിവിഷനുകൾക്കിടയിലോ ഡിവിഷനുകൾക്കുള്ളിലോ നടക്കുന്ന ജോലികൾക്ക് 250 രൂപയിൽ കുറവാണെങ്കിൽ അതിലൊരു ബാങ്ക് ട്രാൻസ്ഫറോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 250 രൂപയ്ക്ക് മുകളിലുള്ള തുകകൾക്ക് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ അതിന്റെ നടപടിക്രമം എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ നൽകിയാൽ അവർക്കായിട്ട് വേണ്ടിയിട്ട് ഒരു ഇൻവോയ്സ് തയ്യാറാക്കണം, ഒരു ബില്ല് തയ്യാറാക്കണം. ഇൻവോയ്സ് അഥവാ ബില്ല് തയ്യാറാക്കണം. ബില്ല് ലഭിക്കുന്ന വകുപ്പ് അത് പരിശോധിക്കുകയും അവർക്ക് പണം നൽകാൻ അർഹതയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ആദ്യം ചെയ്യേണ്ട കാര്യം ഈ നടപടിക്രമമാണ്. തുകകൾ 250 രൂപയ്ക്ക് മുകളിലുള്ള സേവനങ്ങൾക്കോ സാധനങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള വില നൽകുമ്പോൾ ആദ്യം ഒരു ബില്ല്, ഈ വകുപ്പ്, ഈ സാധനം ആർക്കാണോ കൊടുക്കുന്ന വകുപ്പ് അല്ലെ സേവനം നൽകിയ വകുപ്പ് ഒരു ബില്ല് അഥവാ ഇൻവോയ്സ് തയ്യാറാക്കണം. രണ്ടാമത്, ഈ ബില്ല് ലഭിക്കുന്ന വകുപ്പ് അത് പരിശോധിച്ച് അവർക്ക് പണം നൽകാൻ അർഹതയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം ബില്ലിലെ തുക ബന്ധപ്പെട്ട അക്കൗണ്ട് ഹെഡിലേക്ക് ഡെബിറ്റ് ചെയ്യണം. ഈ രീതിയിലാണ് അത് നടക്കേണ്ടത്. ബില്ല് തയ്യാറാക്കണം, ബില്ല് പരിശോധിക്കണം, പണം അടയ്ക്കണം. ഇനി പണം നൽകിയ ശേഷം ബില്ലിന്റെ കോപ്പി ബന്ധപ്പെട്ട വകുപ്പുകൾക്കിടയിൽ കൈമാറി
ഇടപാട് പൂർത്തിയായതായിട്ട് ഉറപ്പുവരുത്തണം. ചുരുക്കത്തിൽ പറഞ്ഞാലേ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള പണമിടപാടുകൾ സുതാര്യമാക്കാൻ ബാങ്ക് ട്രാൻസ്ഫറുകൾ ഉപയോഗിക്കണം. അടുത്ത പോയിന്റ്, സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെയും ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസാക്ഷൻസ്, സർക്കാർ ചെലവുകൾ തിരികെ പിടിക്കുന്നതിനെ കുറിച്ചും ആണ് പറയുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. സാധാരണയായിട്ട് ഒരു സർക്കാർ വകുപ്പ് മറ്റൊരു സർക്കാർ വകുപ്പിന് സേവനം നൽകുമ്പോൾ പണം ഈടാക്കാറില്ല. എന്നാൽ ഇതിന് ചില പ്രധാനപ്പെട്ട ഒഴിവാക്കലുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ കുറച്ച് റിപ്പീറ്റ് വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ വാണിജ്യ വകുപ്പുകൾ, ലാഭമോ നഷ്ടമോ കണക്കാക്കി പ്രവർത്തിക്കുന്ന വകുപ്പുകളാണ് വാണിജ്യ വകുപ്പുകൾ. അതായത് ഉദാഹരണത്തിന് KSRTC, KSEB തുടങ്ങിയവ അത്തരമാണ്. അവർക്ക് സേവനം നൽകിയാൽ തീർച്ചയായും പണം ഈടാക്കണം. പൊതുമരാമത്ത് വകുപ്പ് മറ്റു വകുപ്പുകൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ ചെലവ് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ഈടാക്കാം. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കെട്ടിടം പണിയാൻ PWDയോട് ആവശ്യപ്പെട്ടാൽ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവ് ആരോഗ്യ വകുപ്പിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് PWDയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. വേണ്ടേ? ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കെട്ടിടം പണിയാൻ PWDയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവ് ആരോഗ്യ വകുപ്പിൻ്റെ ബജറ്റിൽ നിന്ന് PWDയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി സർക്കാർ അക്കൗണ്ടുകളിൽ ചെലവ് തിരികെ കാണിക്കുന്ന എക്സിബിഷൻ ഓഫ് റിക്കവറീസ്, അതായത് സർക്കാർ നടത്തുന്ന ഒരു സേവനത്തിന് പണം പിന്നീട് സ്വകാര്യ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുകയാണെങ്കിൽ അത് എങ്ങനെ അക്കൗണ്ടിൽ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിക്കവറി എന്നാൽ സർക്കാർ ആദ്യം നടത്തിയ ഒരു ചെലവ് പിന്നീട് മറ്റൊരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ തിരികെ വാങ്ങുന്നതാണ് നമ്മൾ ഈ റിക്കവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, ഒരു സർക്കാർ ഒരു പ്രൈവറ്റ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സുരക്ഷാ സേവനം നൽകുന്നു. ഒരു പ്രൈവറ്റ് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് സർക്കാർ സുരക്ഷാ സേവനം നൽകുന്നു. ഈ സേവനത്തിനായിട്ട്, അത് പോലീസ് ആയിരിക്കുമല്ലോ സുരക്ഷാ സേവനം നൽകുന്നത്, ഈ സേവനത്തിനായിട്ട് പോലീസ് ചെലവാക്കുന്ന തുക ഫാക്ടറി ഉടമയിൽ നിന്ന് സർക്കാർ തിരികെ വാങ്ങണം. ഈ തുക സർക്കാർ അക്കൗണ്ടിൽ ഒരു റെസിപ്റ്റായി കാണിക്കാതെ ആദ്യം നടത്തിയ ചെലവ് കുറയ്ക്കുന്നതിനായി വേണം കാണിക്കാൻ. അതായത് നേരത്തെ ഒരു അക്കൗണ്ടിൽ നിന്ന് ചെലവായിട്ട് വെച്ചിട്ടുണ്ടാവും. ആ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരവ് കാണിക്കേണ്ടത്. അത് റെസീറ്റ് ആയിട്ടല്ല കാണിക്കേണ്ടത്. ഇനി മൊത്തം സർക്കാർ ചെലവ് എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഇനി പറയേണ്ടത് റിക്കവറീസ് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകേണ്ടി വന്ന തുക അത് തിരിച്ചു പിടിക്കുന്ന സമയത്ത് അതിനെ വരവായി കാണുന്നതിന് പകരം ഡിഡക്ഷൻ ഇൻ എക്സ്പെൻഡിച്ചർ, ചെലവിൽ കുറവ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പോൾ ചെലവ് കുറയ്ക്കേണ്ട സന്ദർഭം വരുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു സംസ്ഥാന സർക്കാർ നടത്തേണ്ട ഒരു പണിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തുക ചെലവാക്കി. സംസ്ഥാന സർക്കാർ നടത്തേണ്ട ഒരു പണിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തുക ചെലവാക്കി എന്ന് കരുതുക. പിന്നീട് സംസ്ഥാന സർക്കാർ ഈ തുക കേന്ദ്ര സർക്കാരിന് തിരിച്ചു കൊടുക്കുന്നു. അപ്പം അങ്ങനെ വന്നാൽ അക്കൗണ്ടിങ് എങ്ങനെ വേണമെന്നാണ്. ഈ തുക സർക്കാരിൻ്റെ വരുമാനമായി കാണിക്കരുത്. പകരം ആ പണിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയിൽ നിന്ന് ഈ തുക കുറച്ച് ചെലവ് കുറഞ്ഞതായിട്ട് കാണിക്കണം. ഏത് വർഷമാണോ ചെലവ് നടത്തിയത് ആ വർഷം തന്നെ തിരിച്ചുപിടിക്കൽ നടന്നില്ലെങ്കിൽ പിന്നീട് ലഭിക്കുന്ന ആ തുക സർക്കാരിന് റവന്യൂ ആയിട്ട് കണക്കാക്കണം. ഒരു ചെലവ് നടത്തിയ വർഷം തന്നെ തുക തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല,
അത് അടുത്ത വർഷത്തേക്ക് പോയാൽ അത് സർക്കാരിന്റെ റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ റെസീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വരവായിട്ട് കണക്കാക്കണം. ഇനി സർക്കാർ കണക്കുകളിൽ ലോസ്, നഷ്ടങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തണമെന്നാണ്. ഇപ്പൊ സർക്കാർ പണത്തിനോ സ്വത്തിനോ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് സർക്കാർ കണക്കുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. നഷ്ടപ്പെട്ട തുകയോ മൂല്യമോ വരവുകളുടെ ഭാഗമായി കാണിക്കാതെ ചെലവുകളുടെ ഭാഗത്ത് ഒരു പ്രത്യേക ഇനമായി ലോസ് കാണിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ലഭിക്കേണ്ട തുക അത് കൈപ്പറ്റിയ ശേഷം അത് ട്രഷറിയിൽ അടയ്ക്കുന്നതിന് മുമ്പായി ആ തുക നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്തു. ട്രഷറിയിൽ അടയ്ക്കുന്നതിന് മുമ്പായി മോഷണം പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്, ആ തുക ട്രഷറിയിൽ നഷ്ടപ്പെട്ടെങ്കിൽ കള്ളത്തരമായിട്ട് ട്രഷറിയിൽ വരവായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അത് നഷ്ടപ്പെട്ടു. അതിനെ സർക്കാർ അക്കൗണ്ടിൽ ഒരു നഷ്ടമായി തന്നെ രേഖപ്പെടുത്തണം, ഒരു ലോസ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തണം. ഈ നഷ്ടം ചെലവുകളുടെ ഭാഗത്ത്, എക്സ്പെൻഡിച്ചർ ഭാഗത്ത് ഒരു പ്രത്യേക ഹെഡിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നഷ്ടപ്പെട്ട ഒരു തുകയെ മറ്റൊരു വരവായി മറച്ചു വെക്കാതെ നടന്ന നഷ്ടം നഷ്ടമായി തന്നെ സർക്കാർ കണക്കുകളിൽ കാണിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി കെട്ടിടങ്ങള്, ഭൂമി, സ്റ്റോറുകള്, ഉപകരണങ്ങള് എന്നിവയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ പ്രത്യേകം കണക്കുകളിൽ അത് രേഖപ്പെടുത്തണം. ഉദാഹരണത്തിന്, ഒരു സർക്കാർ ഓഫീസിലെ വിലപിടിപ്പുള്ള ഒരു കമ്പ്യൂട്ടർ മോഷ്ടിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. അത് ആ കമ്പ്യൂട്ടറിന്റെ അറ്റകുറ്റപ്പണിക്കോ വാങ്ങലിനോ ഉള്ള പ്രത്യേക കണക്കിൽ തന്നെ നഷ്ടമായി രേഖപ്പെടുത്തണം. ഇനി ഖജനാവിലോ വകുപ്പുകളിലോ കൈവശമുള്ള പണം, ക്യാഷ് ഇൻ ഹാൻഡ് സംബന്ധിച്ച നഷ്ടങ്ങൾ വളരെ കൃത്യമായി കണക്കുകളിൽ കാണിക്കണം. ആ പണം ഏതു വർഷമാണോ നഷ്ടപ്പെട്ടത് ആ വർഷത്തെ കണക്കിൽ നിന്നും അത് കുറവ് ചെയ്യണം. ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട വായ്പയും മുൻകൂറായി നൽകിയ തുകകളും അല്ലെങ്കിൽ അഡ്വാൻസുകളും നിശ്ചിത അധികാരികളുടെ അനുമതിയോടെ റൈറ്റ് ഓഫ് ചെയ്യണം അഥവാ എഴുതിത്തള്ളണം. അതായത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട വായ്പകളും മുൻകൂർ നൽകിയ തുകകളും നിശ്ചിത അധികാരികളുടെ അനുമതിയോടെ എഴുതിത്തള്ളാം എന്നാണ് പറഞ്ഞത്. ഉദാഹരണമായിട്ട്, ഒരു ജീവനക്കാരന് നൽകിയ താൽക്കാലിക വായ്പ, ഒരു ജീവനക്കാരന് താൽക്കാലിക വായ്പ നൽകി. അദ്ദേഹം മരിക്കുകയോ സാമ്പത്തികമായി പാപ്പരാവുകയോ ചെയ്ത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വന്നാൽ ഈ ചട്ടം ഉപയോഗിച്ച് ആ തുക സർക്കാർ കണക്കുകളിൽ നിന്ന് നിയമപരമായിട്ട് എഴുതി തള്ളാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട വായ്പകളും അഡ്വാൻസുകളും നിശ്ചിത അധികാരികളുടെ അനുമതിയോടെ എഴുതിത്തള്ളാം. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു ജീവനക്കാരന് നൽകിയ താൽക്കാലിക വായ്പ അദ്ദേഹം മരിക്കുകയോ സാമ്പത്തികമായിട്ട് പാപ്പരാവുകയോ ചെയ്ത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വന്നാൽ ഈ റൂൾ അനുസരിച്ച് ആ തുക സർക്കാർ കണക്കുകളിൽ നിന്ന് അധികാരികളുടെ അനുമതിയോടെ റൈറ്റ് ഓഫ് ചെയ്യാം അഥവാ എഴുതി തള്ളാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കേരള അക്കൗണ്ട് കോഡിലെ ഒരു കണ്ടന്റുകളിലൂടെ ഞാനൊന്ന് ഓടിപ്പോയതാണ്. ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പല രീതിയിൽ, ഞാനും കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ആൻസർ പറയും. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഓരോ വിശദീകരണം കേട്ട്, ഉത്തരത്തിൽ എത്തുന്ന കാര്യം വിശദീകരണം കേട്ടിട്ട് തന്നെയാണ് നമ്മളിത് പഠിക്കേണ്ടത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒബ്ജക്റ്റീവാണ്, കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ?
ബൈഹാർട്ട് ഇങ്ങനെ ആയാൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, ഒരു ആൻസർ പറയും, ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, അത് ആൻസർ പറയും. അത് ആർക്കും പറയാം. ഇപ്പം നിങ്ങൾക്കും പറയാം. അത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അടിയിൽ വരയിട്ട് അത് ചെയ്യാവുന്നു. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയില്ല. ഇനിവേ ഞാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രത്യേകിച്ച് ഈ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടി, വിശദീകരണത്തോടു കൂടി ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. തീരെ സിമ്പിൾ മാത്രം ഡയറക്റ്റ് പറയുകയും ചെയ്യാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ക്വസ്റ്റ്യനുകൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കേട്ട എല്ലാവർക്കും, ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.